വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. അതിനുശേഷം ചില സൂചനകൾ പുറത്തുവരുന്നു. നിരവധിയായ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അവരൊന്നും പരാതിയുമായി രംഗത്ത് വന്നില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഏതാണ്ട് 3 മാസത്തോളം ആരും ഒരു പരാതിയും നൽകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് അതിജീവിത രംഗത്ത് വന്നത്. നിയമപരമായ സാധ്യതകൾ അത് കോടതിക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകൾ, ഒപ്പം രാഹുൽ മാങ്കൂട്ടവും ചില തെളിവുകൾ നൽകിയിട്ടുണ്ട്. സീൽ വെച്ച കവറിൽ ആണ് ഈ തെളിവുകൾ നൽകിയിട്ടുള്ളത്. പക്ഷേ സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ആ തെളിവുകളുടെ വിശദാംശങ്ങളൊന്നും കോടതി ഇന്ന് കാര്യമായി പരിഗണിക്കാൻ സാധ്യതയില്ല. അത് കേസിന്റെ നിലനിൽപ്പ് മുന്നോട്ട് പോക്കാം അതിനെ ആശ്രയിച്ചായിരിക്കും നിൽക്കുക. ഇപ്പോൾ അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു MLA-യെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ, കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടോ, ജാമ്യം ലഭിച്ചാൽ ഏത് തരത്തിലായിരിക്കും ഈ കേസിനെ അത് ബാധിക്കുക. ഈ മെറിറ്റ് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിലേക്കായിരിക്കും കോടതി ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കോടതിയുടെ നിലപാട് എന്തുമാകട്ടെ, രാഹുൽ മാങ്കൂട്ടം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായിരിക്കുന്നു. അങ്ങനെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നത് ഈ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്കെന്ത് ഉത്തരവാദിത്തം എന്നാണ്. MLA ആയി തുടരണോ വേണ്ടയോ എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് സ്പീക്കർ ആണ് എന്നാണ്. അവിടെ സ്പീക്കറിന് വിവേചനാധികാരമുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ജാമ്യവുമായി ബന്ധപ്പെട്ട് അത്തരം കടന്ന കൈയിലേക്ക് സ്പീക്കർ പോകുമോ, അതിനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ അപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം മതിൽ ചാടുകയാണ് ചെയ്തത്. അതൊരു പുകഞ്ഞ കൊള്ളിയാണ്. ആ പുകഞ്ഞ കൊള്ളി പുറത്താണ്. പുകഞ്ഞ കൊള്ളിയോടെ സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം എന്ന ഒളിയമ്പ് കൂടി, ബ്രഹ്മാസ്ത്രത്തിന് മുമ്പ് ആ ഒളിയമ്പ് കൂടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ, രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കുന്നവർ, രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം നൽകുന്നവർ, അവർ കൂടി പുറത്തു പോയിക്കൊള്ളൂ എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതാ പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. യെസ്, അതാണ് ആക്ഷനിലൂടെ നടപടി വരും എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തറപ്പിച്ചു പറയുന്നുണ്ട്. മുരളീധരൻ പറയുന്നത് നേതൃത്വവുമായി ആശയവിനിമയം നടത്തി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഡാൻ തന്നെ നൽകും. എന്താണ് സംഭവിച്ചത്, പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള ആശയവിനിമയം ആണ് നടന്നിട്ടുള്ളത്, എന്ത് നടപടിക്കുള്ള സാധ്യത. ബ്രഹ്മാസ്ത്രം എന്നതിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് അവസാന ആവനാഴിയിലെ അവസാന അസ്ത്രം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പിന്നീടൊരു പോരാട്ടത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരു അസ്ത്രപ്രയോഗത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഡാൻ എന്താണ് പാർട്ടിയിൽ നിന്ന് സമ്പൂർണമായ പുറത്താക്കൽ, അതിനുള്ള സാധ്യതയല്ലേ നമ്മൾ മുന്നിൽ കാണുന്നത് ഡാൻ? കോൺഗ്രസ് നേതൃത്വം വരുത്തിവെച്ച ഒരു വിനയായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്ത ആദ്യത്തെ നിലപാടും പിന്നീട് അതിൽ സംഭവിച്ച തുടർ നീക്കങ്ങളും. കാരണം രാഹുലിനെതിരെ ഉയർന്നു വന്ന പരാതികളുടെ ഗൌരവം എത്രയാണ് എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കും ആദ്യം മുതൽ തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഈ പരാതിയുടെ ഗൌരവം എന്താണ് എന്ന കാര്യം KPCCയിലെ മുഴുവൻ നേതൃനിരയിലുള്ള ഭാരവാഹികളെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും നേതാക്കളെയും അറിയിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിൽ സൈബർ ആക്രമണങ്ങൾ തുടർച്ചയായി ഇവർക്കെതിരെ ഉണ്ടാകുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ അന്നവർ എന്താണോ പാർട്ടിയിലെ ഒരു കോർ ഗ്രൂപ്പിനുള്ളിൽ മാത്രം ഒതുക്കി വെക്കാൻ ശ്രമിച്ചത്, അതിപ്പോൾ പുറത്തേക്ക് പരസ്യമായി തന്നെ വരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന പത്തനംതിട്ട സ്വദേശിനിയായ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന യുവതിയുടെ അടക്കം പരാതികളെ സംബന്ധിച്ച കൃത്യമായ സൂചന നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചതാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ പരാതികളുടെ ഗൌരവം എത്രയാണ് എന്നറിഞ്ഞിട്ടും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല, ഒറ്റപ്പെട്ട ഒരു ആരോപണമല്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട്
കടുത്ത ഒരു നിലപാട് ആദ്യം തന്നെ ഉറപ്പാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെതിരെ പേരിനൊരു നടപടിയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും രഹസ്യമായി പാർട്ടിക്കകത്തു നിന്ന് തന്നെ നേതാക്കളിൽ ചിലരുടെ പിന്തുണ എങ്ങനെ രാഹുലിന് ലഭിക്കുകയും ചെയ്തു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. KPCCയുടെ നേതൃനിരയിലെ 3 ഭാരവാഹികളുടെ അടക്കം 7 പേരുടെ പിന്തുണ, 7 നേതാക്കളുടെ പിന്തുണ പൂർണ്ണമായി രാഹുലിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിച്ചുവെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അത് സംബന്ധിച്ച് അവർ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, നേതാക്കളുടെ നിലപാടൊക്കെ കൃത്യമായി ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പരാതി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നേരിട്ട് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം എത്തിയതോടെയാണ് ഇനി ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ബാർഗെയിനിങ്ങിനും നിൽക്കേണ്ടതില്ല. ഗ്രൂപ്പ് താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറം കോൺഗ്രസിന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പാർട്ടിക്ക് തടസ്സമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിയിലുണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ, സംസ്ഥാനത്തെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഇന്നലെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിക്കുകയായിരുന്നു. അതോടെയാണ് ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉടനുണ്ടായേക്കും എന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും വേണ്ട. സസ്പെൻഷൻ എന്ന വാക്ക് ഡിസ്മിസൽ എന്ന വാക്കിലേക്ക് എത്താനുള്ള ദൂരമാകും പാർട്ടിയുടെ ഇനിയുള്ള പ്രതിച്ഛായയെ കേരളത്തിൽ നിലനിർത്തുക എന്നൊരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ മുരളീധരന്റെ ഭാഷയിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടി വരും എന്ന കൃത്യമായ സൂചന നൽകുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഡാൻ, അതിൽ നിർണായകമാകുന്ന ഒന്ന് മറ്റു ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്. ഡാൻ ഒന്ന് തുടരുക. കാരണം മുരളീധരൻ ഇത്തരത്തിൽ പറയുന്നുണ്ട് എങ്കിൽ അതിന് ഉപോത്ബലകമാകുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്ത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം എന്നത് മറ്റൊന്നുമല്ല, വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ കോൺഗ്രസിന്റെ മറ്റുള്ള നേതാക്കൾ കൂടി, അതായത് ഒരു ഘട്ടത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചിരുന്നവർ കൂടി പിന്നീട് അല്പം പിന്നിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ DCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു പിന്തുണയ്ക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. വിവാദമായ ചില പരാമർശങ്ങൾ അതിജീവിതയ്ക്ക് നേരെ അദ്ദേഹം നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബാംഗ്ലൂർ സ്വദേശിന് നൽകിയ ഒരു പരാതിയുണ്ടല്ലോ, ആ പരാതി അങ്ങേയറ്റം ഗൗരവമുള്ളത് എന്നാണ് DCC അധ്യക്ഷൻ A. തങ്കപ്പൻ പറയുന്നത്. ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ അത് DGPക്ക് കൈമാറി എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഉചിതമായ സമയത്ത് KPCC തീരുമാനമെടുക്കും എന്നുകൂടിയാണ് തങ്കപ്പൻ പറയുന്നത്. ഈ ഒരു MLA ആയിരുന്ന ആളായതുകൊണ്ട് KPCC ആണ് അത് 100% ഉചിതമായി നടപടി ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിലൊരു അതെന്തോട്ടെ, എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് സമിതി തീരുമാനം. അത് ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും വന്നുകൊണ്ടിരിക്കും. ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി, ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ എന്തായാലും പരാതി KPCC കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗൗരവത്തോടെ തന്നെ ആരുടെയാലും അത് ഉൾക്കൊണ്ട് അപ്പോൾ ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും. യെസ്, അതാണ് DCC അധ്യക്ഷൻ ഇപ്പോൾ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. ഡാൻ, നമുക്കറിയാം നേരത്തെ DCC അധ്യക്ഷൻ വിവാദമായ ചില പരാമർശങ്ങളടക്കം നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുമാത്രവുമല്ല, ഇതിപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില വിവാദങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞിരുന്നതാണ്. ഇത്തരം ചില സ്വഭാവ ദൂഷ്യങ്ങളെ സംബന്ധിച്ച സൂചനകളൊക്കെ നേതൃത്വത്തിന് നൽകിയതുമാണ്. പക്ഷേ പാലക്കാട്ടെ വിജയസാധ്യത, യൂത്ത് കോൺഗ്രസിലെ തീപ്പൊരി നേതാവ്, കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന ഒരു നേതാവ്, ആ നിലയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നു. കൃത്യമായി VD സതീശനെ പോലെയുള്ളവർ, ഷാഫി പറമ്പിലിനെ പോലെയുള്ളവർ സംരക്ഷണം ഒരുക്കുന്നു. ആ തണലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് പടർന്നു പന്തലിച്ചു. അതിനിടെ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഗൗരവത്തോടെ എടുക്കാൻ പാർട്ടി തയ്യാറായില്ല. പാർട്ടിക്കകത്ത് പോലും പല വനിതാ നേതാക്കൾക്ക് പോലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി കണ്ണടക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു വിന എന്ന് തന്നെ പറയാം. അതാണിപ്പോൾ വരുത്തി വെച്ചത് എന്ന് ഡാൻ സൂചിപ്പിച്ചും കഴിഞ്ഞു. പക്ഷേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ന്യായീകരണവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും വരാൻ സാധിക്കില്ല എന്നല്ലേ ഡാൻ മനസ്സിലാക്കേണ്ടത്. അതായത് രാഷ്ട്രീയമായി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായി, അതായത് അവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന സൂചന ഇങ്ങനെയാണ്. സണ്ണി ജോസഫിന് മുമ്പ് KPCC അധ്യക്ഷനായിരുന്നത് K. സുധാകരനാണ്. K. സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് പാർട്ടിക്ക് സമാനമായ തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില വനിതാ നേതാക്കളുടെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. അതിനിടയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ അന്ന് KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ വലിയ തരത്തിൽ എതിർത്തിരുന്നു. അദ്ദേഹം
പി സരിനെ ഇന്ന് CPM സഹയാത്രികനായ പി സരിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വനിതാ നേതാക്കളടക്കം അന്ന് KPCC അധ്യക്ഷനോട് പങ്കുവച്ച ചില പരാതികളാണ്. പക്ഷേ ഏതാനും മാസങ്ങൾക്കിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ MLA ആയി വരുന്നു. സരിൻ ഇടതുപാളയത്തിലേക്ക് പോകുന്നു, അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. പിന്നീട് സരിൻ ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായി അവിടെ മാറുന്ന ഒരു സാഹചര്യം. അത് കഴിഞ്ഞിങ്ങോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അതുവരെ ഷാഫി പറമ്പിൽ, VD സതീശൻ, രാഹുൽ മാങ്കൂട്ടം എന്നൊരു ത്രയം കേരളത്തിലുണ്ടായിരുന്നു. ആ ത്രയം അങ്ങനെ പൂർണ്ണമായി ഇല്ലാതാകുകയും VD സതീശൻ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുടെ തുടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്നതിനിടയിൽ PV അൻവറിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി സന്ദർശനം നടത്തി ഒരു ചർച്ച നടത്തുകയും പിന്നീട് അത് വാർത്തയാകുകയും ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് അൻവറിന്റെ വീട്ടിലേക്ക് അയച്ചത് എന്ന